ഇന്ന് മാർച്ച് 19, പരിശുദ്ധ കന്യകമറിയത്തിൻ്റെ ഭർത്താവായ വിശുദ്ധ ജോസഫിൻ്റെ തിരുനാൾ ദിനം. യേശുവിൻ്റെ ജനനവുമായി ബന്ധപ്പെട്ട് ലൂക്കാസ് സുവിശേഷകൻ മറിയത്തിൻ്റെ ഭാഗം അവതരിപ്പിക്കുമ്പോൾ യേശുവിൻ്റെ വളർത്തച്ഛനെക്കുറിച്ചാണ് മത്തായി വിവരിക്കുന്നത്. യേശുവിൻ്റെ ജനനത്തെയും ശൈശവത്തെയും കുറിച്ച് പ്രതിപാദിക്കുന്ന 1-2 അധ്യായങ്ങളിലാണ് ഏകദേശം 8ഓളം പ്രാവശ്യം ജോസഫ് എന്ന പേര് കൊത്തിവച്ചിരിക്കുന്നത്. യേശുവിൻ്റെ വംശാവലിയിൽ 1 പ്രാവശ്യം, യേശുവിൻ്റെ ജനനത്തെക്കുറിച്ചുള്ള മുന്നറിയിപ്പിൽ 4 പ്രാവശ്യം, ഈജിപ്തിലേക്കുള്ള പലായനത്തിലും തിരിച്ചുവരവിലും 3 പ്രാവശ്യം. ഈ സന്ദർഭങ്ങളിലൊന്നും തന്നെ ജോസഫ് തൻ്റെ ചുണ്ടുകൾ ചലിപ്പിക്കുന്നില്ല. പക്ഷേ വളരെ ദുർഘടമായ പ്രതിസന്ധികളിലൂടെ കടന്നു പോവുകയും നിർണായകമായ തീരുമാനങ്ങളിൽ മനസ്സുറപ്പിക്കുകയും വിപൽക്കരമായ കാര്യങ്ങൾ ചെയ്യുവാൻ ചങ്കൂറ്റം കാണിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ ജോസഫിൻ്റെ പ്രചോദനാത്മകമായ മൗനം ഒരു ചിന്താവിഷയമാണ്. ജോസഫിൻ്റെ മൗനത്തെ ഭാരതീയ ആത്മീയ ചിന്തയോട് ചേർത്ത് ധ്യാനിക്കുകയാണ് ഇവിടെ. ഭാരതീയ വീക്ഷണത്തിൽ മൗനം ഒരു തപശ്ചര്യയാണ്. മനഃശക്തി കൈവരിക്കാനുള്ള മാർഗങ്ങളിൽ ഒന്നാണിത്. മനസ്സിനെ അടച്ചിടുന്നതല്ല മൗനം, പിന്നെയോ ശരിയായ ദിശയിലേക്ക് തൻ്റെ മനസ്സിനെ തുറന്നിടാൻ പരിശീലിപ്പിക്കുന്നതാണ് മൗനം. ആത്മീയ ജീവിതം ചിട്ടപ്പെടുത്താൻ തുടങ്ങുന്ന ഏതൊരു വ്യക്തിയും കടന്നുപോകേണ്ട പ്രക്രിയകളെക്കുറിച്ച് വേദാന്ത ശാഖ വിവരിക്കുന്നുണ്ട്. അത് ശ്രവണം, മനനം, നിധിധ്യാസനം എന്നിവയാണ്. ഇത് സാധ്യമാകുന്നതോ യഥാർത്ഥമായ മൗനത്തിലൂടെയത്രേ. ഒരു യഥാർത്ഥ ഗുരുശിഷ്യ ബന്ധം മെനഞ്ഞെടുത്തുകൊണ്ട് ഗുരു പറഞ്ഞു തരുന്ന യഥാർത്ഥ സത്യങ്ങളെ മനസ്സിലും ഹൃദയത്തിലും ഉൾക്കൊള്ളുന്ന രീതിയിൽ ശ്രവിക്കുക എന്നതാണ് ശ്രവണം. ഗുരുവിൽ നിന്ന് ശ്രവിച്ച സത്യത്തെക്കുറിച്ച് വീണ്ടും വീണ്ടും ധ്യാനിക്കുന്ന പ്രക്രിയയാണ് മനനം. ഗുരുവിൽ നിന്ന് കേട്ടും സ്വയം ധ്യാനിച്ചും സ്വായത്തമാക്കിയ സത്യത്തെ തൻ്റെ ജീവിതചര്യയാക്കുന്നതാണ് നിധിധ്യാസനം. ഇവിടെ ഒരാൾ തന്നെ അംഗീകരിച്ചുകൊണ്ട് ജീവിതം വച്ചു നീട്ടുന്ന ഏതൊരു സാഹചര്യത്തിലും അടിപതറാതെ തനിക്ക് പകർന്നു കിട്ടിയ സത്യത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് ജീവിതം വഴി അതിന് സാക്ഷ്യം നൽകുന്നു. ഈ പ്രക്രിയയെ സുഗമമാക്കുന്നത് മൗനമെന്ന തപശ്ചര്യയാണ്. ഇവിടെയാണ് മൗനവ്രതത്തിൻ്റെ പ്രസക്തിയൊക്കെ നാം മനസ്സിലാക്കുന്നത്. വിശുദ്ധ ജോസഫിൻ്റെ ജീവിതത്തിലും ഈ തലങ്ങൾ കാണുവാൻ സാധിക്കും. ഒരു ഗുരുവിൻ്റെ സ്ഥാനത്ത് നിന്നുകൊണ്ട് ജോസഫിനെ സത്യം പഠിപ്പിക്കുന്നത് കർത്താവിൻ്റെ ദൂതനാണെന്ന് മത്തായി 1:20, 2:13, 19 വാക്യങ്ങളിൽ നാം കാണുന്നു. മത്തായി ഈ ദൂതന് പേരിടുന്നില്ല. വേദഗ്രന്ഥത്തിലെ മാലാഖമാരെക്കുറിച്ചുള്ള പഠനങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത് അവർ ദൈവത്താൽ അയക്കപ്പെടുന്ന സ്വർഗീയ ശക്തികളോ ദൈവം തന്നെയോ ആകാമെന്നാണ്. ഇതിൽ നിന്നും ജോസഫിൻ്റെ ഗുരു മനുഷ്യനല്ല, മറിച്ച് ദൈവീകമായ ഒരു ശക്തിയാണെന്ന് അനുമാനിക്കാം. ഗുരുവായ ദൂതൻ തൻ്റെ ജീവിത നിയോഗമെന്തെന്നും രക്ഷാകര സംഭവത്തിൽ തൻ്റെ പങ്കെന്താണെന്നുമാണ് ജോസഫിനെ പഠിപ്പിക്കുന്നത്. സ്വപ്നമെന്ന മാധ്യമത്തിലൂടെ ജോസഫ് ഈ സത്യങ്ങൾ ശ്രവിക്കുന്നു. താൻ ശ്രവിച്ച സത്യത്തെക്കുറിച്ചുള്ള മനനം സംഭവിക്കുന്നത് ജോസഫ് നിദ്രയിലായിരിക്കുമ്പോഴാണ്. ജോസഫ് ശ്രവിച്ച സത്യങ്ങൾ അയാളെ അസ്വസ്ഥതപ്പെടുത്തുന്നതായിരുന്നു. എങ്കിലും അതിൻ്റെ വരും വരായികകളെക്കുറിച്ച് അയാൾ ഗൗരവമായി തന്നെ വിലയിരുത്തുന്നു. ശ്രവിച്ച സത്യങ്ങളെക്കുറിച്ച് മനനം ചെയ്യുന്നത് അത്ര എളുപ്പമല്ല. ചില സത്യങ്ങൾ നമ്മളെ പൊള്ളലേൽപ്പിക്കും. മറ്റു ചില സത്യങ്ങൾ
നമ്മുടെ ശക്തിയെ ചോർത്തിക്കളയും. കൈപ്പേറിയ ജീവിതാനുഭവങ്ങൾ കൊണ്ട് വരിഞ്ഞു മൃഗുമ്പോഴും ആ സത്യങ്ങളെ ജവമണികളിൽ കോർത്തിണക്കി ദൈവേഷ്ടമെന്തെന്ന് തിരിച്ചറിയാൻ ശ്രമിക്കുന്നതാണ് മനനം. ഇനി നിധിധ്യാസനമാണ്. നിദ്രയിൽ നിന്നുണർന്ന് ദൂതൻ കൽപ്പിച്ചതുപോലെ ജോസഫ് ചെയ്തു. ദൂതനിൽ നിന്നും കേട്ടത് നിദ്രയിൽ വിവേചിച്ചറിഞ്ഞ് ദൈവപുത്രനായ യേശുവിനെയും അവൻ്റെ കന്യകയായ അമ്മയെയും സംരക്ഷിക്കുവാൻ നാടുവാഴിയുടെ കരാളഹസ്തത്തിൽ നിന്നും രാത്രിയുടെ മറവിൽ യേശുവിനെയും അവൻ്റെ അമ്മയെയും കൊണ്ട് ഓടിപ്പോകുവാൻ അപരിചിതമായ സ്ഥലത്തും സംസ്കാരത്തിലും ഇഴുകിച്ചേരുവാൻ 3 പേർക്ക് ജീവിക്കാനുള്ള വക ആശാരിപ്പണി ചെയ്ത് സമ്പാദിക്കുവാൻ ഒക്കെ ജോസഫ് പരിശ്രമിക്കുന്നു. മാലാഖമാരുടെ സംഗീതത്തിൻ്റെയും ജ്ഞാനികളുടെ വന്ദനത്തിൻ്റെയും അകമ്പടിയോടെ ആരംഭിച്ച ഉത്തരവാദിത്വം നിറവേറ്റാൻ സ്വന്തം വിയർപ്പ് തന്നെ അയാൾ ചിന്തുന്നു. ഈ ദൗത്യം കൃത്യമായി തന്നെ അയാൾ നിർവഹിച്ചു. പിന്നെ ആരുമറിയാതെ തിരശീലയിലേക്ക് പിന്മാറുന്നു. തൻ്റെ ജീവിത ദൗത്യങ്ങളെ കൃത്യമായി ശ്രവിക്കുവാനും മനനം ചെയ്യുവാനും പ്രാവർത്തികമാക്കുവാനും ജോസഫിനെ സഹായിച്ചത് ജീവിതത്തിൽ ഒരു സുഹൃതം പോലെ അയാൾ കാത്തുസൂക്ഷിച്ച മൗനമാണ്. ഇന്ന് പരിശുദ്ധ കന്യകമറിയത്തിൻ്റെ ഭർത്താവായ ജോസഫിൻ്റെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ ജോസഫിൻ്റെ ഈ മാതൃക നമ്മയും പ്രചോദിപ്പിക്കുമാറാകട്ടെ.